അന്നമനട ക്ഷേത്രോത്സവത്തിനിടെ യുവാവിനെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്തെറിഞ്ഞ് ആന. മാമ്പ്ര എരയാങ്കുടി സ്വദേശി തുറനെല്ലൂർ മനയിൽ വിവേകിന് ഗുരുതര പരിക്ക്. മാള പഞ്ചായത്തിൽ ജലക്ഷാമവും ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമാകുന്നു. നിർജീവമായ സ്കീം ലെവൽ കമ്മിറ്റികൾ പിരിച്ചുവിടാനും ജലനിധിയുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാനും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനം. പാർട്ടി നിർദ്ദേശിച്ചാൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പത്മജ വേണുഗോപാൽ. തൃശൂർ അമർ ജവാൻ ജ്യോതിക്ക് സമീപത്ത് നിന്ന് ചുവരെഴുതി പത്മജ വേണുഗോപാൽ പ്രചാരണം തുടങ്ങി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അന്നമനട ക്ഷേത്രോത്സവത്തിനിടെ യുവാവിനെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്തെറിഞ്ഞ് ആന. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ഉത്സവത്തിനിടെയാണ് സംഭവം. മാമ്പ്ര എരിയാങ്കുടി സ്വദേശി തുറനെല്ലൂർ മനയിൽ വിവേകിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ വലിയ വിളക്കുത്സവത്തിനിടെ ആനയിടഞ്ഞു യുവാവിന് പരിക്ക്. മാമ്പ്ര എരയാംകുടി സ്വദേശി തുറനെല്ലൂർ മനയിൽ വിവേകിനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ ശീവേലി എഴുന്നള്ളിപ്പിനായി കോലം കെട്ടുന്നതിനിടയിലാണ് സംഭവം നടന്നത്. അക്കിക്കാവ് കാർത്തികേയൻ എന്ന ആനയാണ് വിവേകിനെ തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞത്. ആനയുടെ പുറത്തേക്ക് കോലം എടുത്തു കൊടുക്കുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണം. പരിക്കേറ്റ വിവേകിനെ ഉടൻ തന്നെ അങ്കമാലി അപ്പോളോ അട്ലക്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. അപകടത്തെ തുടർന്ന് ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം പാപ്പാന്മാർ ചേർന്ന ആനയെ തളച്ച് ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. മാള പോലീസ്, എലിഫന്റ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ ടൈം, മാള. മാള പഞ്ചായത്തിൽ ജലക്ഷാമവും ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമാകുന്നു. നിർജീവമായ സ്കീം ലെവൽ കമ്മിറ്റികൾ പിരിച്ചുവിടാനും ജലനിധിയുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാനും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനമെടുത്തു. വാട്ടർ അതോറിറ്റിക്ക് നൽകേണ്ട കുടിശ്ശിക തുക 9,42,00,000 രൂപയാണെന്നാണ് വിവരം. മാള പഞ്ചായത്തിൽ ജലനിധി പദ്ധതിയുടെ പ്രവർത്തനം താളം തെറ്റിയ സാഹചര്യത്തിലാണ് സ്കീം ലെവൽ കമ്മിറ്റികളെ പിരിച്ചുവിടാനുള്ള നീക്കം. ഭരണസമിതി വിലയിരുത്തൽ പ്രകാരം നിർജീവമായ കമ്മിറ്റികളുടെ പ്രവർത്തന ക്ഷീണം ജലക്ഷാമ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. കേരള വാട്ടർ അതോറിറ്റി മുഖേനയാണ് ജലനിധി പദ്ധതിയിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. ഉപഭോക്താക്കൾക്ക് വിതരണം നടത്തുന്നതും നിരക്ക് പിരിച്ചെടുക്കുന്നതും സ്കീം ലെവൽ കമ്മിറ്റികളുടെ നിയന്ത്രണത്തിലാണ്. കുടിവെള്ള വിതരണവും നിരക്കും സംബന്ധിച്ച കരാറുകൾ പഞ്ചായത്തുകളും വാട്ടർ അതോറിറ്റിയുമായാണ്. അതിനാൽ കുടിശ്ശികയുടെ ബാധ്യത പഞ്ചായത്തുകൾക്കാണ്. പൈപ്പുകൾ പൊട്ടിയുണ്ടാകുന്ന വിതരണ നഷ്ടം കൂടുതലാണെന്ന പേരിൽ ആദ്യഘട്ടത്തിൽ ബിൽ തുക പൂർണ്ണമായി അടയ്ക്കാതിരുന്നതായും തുടർന്ന് മാസാന്ത ബിൽ തുകയുടെ പകുതി അടയ്ക്കാൻ ധാരണയായതായും അറിയുന്നു. എന്നാൽ മാളയും അന്നമനട പഞ്ചായത്തുകളും ഈ ധാരണ പാലിക്കുന്നില്ലെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ആരോപണം. കുടിശ്ശികയെ തുടർന്ന് പലവട്ടം കുടിവെള്ള വിതരണം നിർത്തിവെച്ചതായും ഓരോ തവണയും മന്ത്രിതല ഇടപെടലിനെ തുടർന്നാണ് വിതരണം പുനഃസ്ഥാപിച്ചതെന്നും സൂചനയുണ്ട്. ജലനിധി പദ്ധതിയിലേക്ക് നൽകിയ കുടിവെള്ളത്തിന്റെ കൊടുങ്ങല്ലൂരിലെ ആകെ കുടിശ്ശിക 29.31 കോടിയായി ഉയർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ മാള പഞ്ചായത്തിൻ്റെതു മാത്രം ഏകദേശം 9,42,00,000 രൂപയാണെന്നാണ് വിവരം. ഇത്രയും വലിയ ബാധ്യത ജലനിധിക്ക് വരുത്തിവെച്ച സ്കീം ലെവൽ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ഭരണസമിതി തയ്യാറാവണമെന്ന് NDA മാള പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. മീഡിയ ടൈം, മാള. പാർട്ടി നിർദ്ദേശിച്ചാൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പത്മജ വേണുഗോപാൽ. അത് തൃശൂരിൽ തന്നെയാകുമെന്നും അവർ പറഞ്ഞു. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ചുവരിൽ താമര വരച്ച് ഉദ്ഘാടനം ചെയ്ത അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പത്മജ വേണുഗോപാൽ. ഞാനല്ല, മറ്റാര് മത്സരിച്ചാലും താൻ അവർക്ക് വേണ്ടി രംഗത്തുണ്ടാകുമെന്നും അവർ പറഞ്ഞു. തൃശൂർ അമർ ജവാൻ ജ്യോതിക്ക് സമീപത്തു നിന്നുമാണ് ചുവരെഴുതി പ്രചാരണം തുടങ്ങിയത്. BJPയുടെ പ്രചരണം നമ്മൾ തുടങ്ങി. ഞാൻ സ്ഥാനാർത്ഥിയെന്ന് ആര് പറഞ്ഞു? എന്നോട് പാർട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല. പാർട്ടി പറഞ്ഞാൽ ഞാൻ സ്ഥാനാർത്ഥിയാവും, അത് ഉറപ്പാ.
അതൊക്കെ മത്സരിക്കും. ഞാൻ മാക്സിമം എൻ്റെ പണി ഞാൻ ചെയ്യും, എന്നെ പണിയാതിരുന്നാൽ മതി. കാരണം ഇത്രയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വളരെ പ്രതീക്ഷയോട്ടാണ് വന്നത്, വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അത് ഇപ്രാവശ്യം ഉണ്ടാവില്ല. കാരണം എനിക്ക് തൃശ്ശൂരുകാരെ അറിയാം, അതിലൊരു 5-6 പേര് നമുക്കിട്ട് താങ്ങി എന്നല്ലാണ്ട് തൃശ്ശൂരുകാർ അല്ലെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ച് തൃശ്ശൂർക്ക് തന്നെ വരില്ലല്ലോ. അത് എൻ്റെ നാട്ടുകാരോടുള്ള എൻ്റെ സ്നേഹമാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ അത് തൃശ്ശൂർ തന്നെ മത്സരിക്കില്ല. CPM DYFI പ്രവർത്തകർ കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതായി ആരോപണം. കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കെ അതുവഴി പ്രതിഷേധ പ്രകടനവുമായി പോയ DYFI CPM പ്രവർത്തകർ മണ്ഡലം ഓഫീസ് ആക്രമിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങളും പാർട്ടിയുടെ ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചതായും നേതൃത്വം ആരോപിച്ചു. കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കെ അതുവഴി പ്രതിഷേധ പ്രകടനവുമായി പോയ DYFI CPM പ്രവർത്തകർ മണ്ഡലം ഓഫീസ് ആക്രമിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ആക്രമണത്തിൽ CPM DYFI നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് മാള പോലീസ് സ്റ്റേഷനിലെത്തി. ആക്രമണത്തിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനീഷ് സ്റ്റേഷനിലെത്തിയത്. ആരോഗ്യമന്ത്രിക്കെതിരെ KSU ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് ജനീഷ് പറഞ്ഞു. ആരോഗ്യമന്ത്രിക്ക് അവിടെ യാതൊരു പരിക്കേറ്റിട്ടില്ല എന്ന് മാത്രമല്ല, അവർ പച്ചക്കള്ളം കേരളത്തിനകത്ത് വിളിച്ചു പറയുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് കേരളം മുഴുവൻ കോൺഗ്രസിൻ്റെ ഓഫീസുകൾക്ക് നേരെയും അതോടൊപ്പം തന്നെ പൊതുവെ യാത്രയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം ഇന്ന് സംസ്ഥാനത്താകെ ഉണ്ടായി. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമിക്കുകയും അതോടൊപ്പം അവിടെ അതിൻ്റെ പൊതുയോഗ യാത്രയുടെ ഭാഗമായി കുഴൂരിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ബോർഡുകളെല്ലാം തകർക്കുന്ന സാഹചര്യമുണ്ടായി. പാർട്ടി ഓഫീസിന് താഴെ വന്നിരുന്ന് പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ പാർട്ടി ഓഫീസിന് താഴെ വന്നിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും അവിടെ കല്ലെറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം. അതേസമയം അകത്തുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരെല്ലാവരും തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് സമാനമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അവിടെ വലിയ സംഘർഷ സാധ്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ പാർട്ടി ഓഫീസിന് നേരെ ആക്രമിക്കുകയും പാർട്ടി ഓഫീസിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾ ഉൾപ്പെടെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിനെതിരെ പോലീസ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാജു കാട്ടിലാൻ്റെ നേതൃത്വത്തിൽ അതോടൊപ്പം പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ മുഹമ്മദ് ഫൗസിയും മുൻ മെമ്പറായ ശ്രീ സണ്ണി കുട്ടല അടക്കമുള്ള നായകന്മാരുടെ നേതൃത്വത്തിൽ കൊയ്യ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഔസേപ്പച്ചനും യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഹക്കീംമാരുള്ള ആളുകളെല്ലാം കുഴൂരിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സാജു മണവാളൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, പോൾസൺ കൊടിയൻ, MA ജോജോ, AC ജോയ്, E കേശവൻകുട്ടി, BK ബിബീഷ്, സിൽവി സേവ്യർ തുടങ്ങിയ നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി. കോൺഗ്രസ് പാർട്ടിയുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, മാള. തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കാഴ്ച നഷ്ടപ്പെട്ട തൃക്കൂരിലെ സനൂപിന്റെ വീട് സന്ദർശിച്ച് സഹായം ഉറപ്പു നൽകി അനിൽ അക്കര. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കൊപ്പമായിരുന്നു സന്ദർശനം. മുട്ടുവേദനയ്ക്ക് ചികിത്സ തേടിയ ആൾക്കാണ് കാഴ്ച നഷ്ടമായതായി പറയുന്നത്. സനൂപിനും കുടുംബത്തിനും നിയമപരവും സാമൂഹികവുമായ മുഴുവൻ സഹായവും നൽകുമെന്ന് അനിൽ അക്കര പറഞ്ഞു. ഇതിന് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകും. സനൂപ് അടിയന്തരമായി ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നത് സഹായകരമായി സ്മാർട്ട് ഗ്ലാസ് നൽകാനാണ് പ്രാഥമിക ചർച്ചകളിൽ വിദഗ്ധർ ശുപാർശ ചെയ്തത്. അതിനായി മികച്ച ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അനിൽ അക്കര പറഞ്ഞു. ചികിത്സാ പിഴവിനെ തുടർന്ന് കൃഷ്ണമണികൾ നീക്കേണ്ടി വന്നെന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസമാണ് തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ പരാതിയുമായി സനൂപും കുടുംബവും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. 2023 കാൽമുട്ട് വേദനയ്ക്കുള്ള ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തിയ സനൂപിന്റെ ഇരു കണ്ണുകളും നഷ്ടമായെന്നാണ് പരാതി. മുട്ടുവേദനയ്ക്കുള്ള ചികിത്സയ്ക്കിടെ എന്താണ് സംഭവിച്ചതെന്ന് സനൂപിനും കുടുംബത്തിനും ഇനിയും മനസ്സിലായിട്ടില്ല. ടൈൽസ് പണിക്ക് പോയാണ് സനൂപ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന ജോലിയെടുക്കുന്നതിന് തടസ്സമായതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ആശുപത്രിയുടെ തറയിൽ കിടത്തി ആദ്യം മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ തുടങ്ങി. കയ്യിൽ ക്യാനുല ഇട്ട സ്ഥലത്ത് വേദനയും തടിപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞെങ്കിലും ആരും ഗൗനിച്ചിരുന്നില്ല. തുടർന്ന് സനൂപിന്റെ ആരോഗ്യാവസ്ഥ മോശമാവുകയായിരുന്നു. ഇതിനുശേഷമാണ് യുവാവിനെ ICUവിലേക്ക് മാറ്റിയത്. സനൂപിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതർ കുടുംബത്തോടൊന്നും പറഞ്ഞില്ല. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണമെന്ന് അറിയിച്ചു.
കൃഷ്ണമണികൾ നീക്കം ചെയ്യാനായുള്ള ശസ്ത്രക്രിയയാണെന്ന് കുടുംബത്തോട് നേരിട്ട് പറഞ്ഞിരുന്നില്ല. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഫെബ്രുവരി 28-ന് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫെബ്രുവരി 28-ന് രാവിലെ 8-ന് വനംവകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രനും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും മറ്റ് മന്ത്രിമാരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കും സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളുടെ ആദ്യ സന്ദർശനം. 14 ആവാസ വ്യവസ്ഥകളിൽ നിന്നാണ് വിവിധ മൃഗങ്ങൾ എത്തിയത്. തൃശൂർ മൃഗശാലയിലെ മാനുകൾ, കടുവ, കാട്ടുപോത്ത്, ചീങ്കണ്ണികൾ, സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ 330 മൃഗങ്ങളെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. ജിറാഫ് ഉൾപ്പെടെയുള്ള വിദേശ മൃഗങ്ങളെ കൊണ്ടുവരുന്നതിലേക്ക് 4 കോടി രൂപ അഡ്വാൻസ് നൽകിയതായും മന്ത്രി പറഞ്ഞു. വിദേശത്തെ മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള ആകെ ചെലവിൽ അഡ്വാൻസായി 4 കോടി നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. സീബ്ര, ആഫ്രിക്കൻ മാൻ, അനാക്കോണ്ട, ജിറാഫ് ഉൾപ്പെടെ 6 ഇനം വിദേശ മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ധാരണ ടെൻഡർ ഉണ്ടാക്കി L1 ബിഡർക്ക് 4 കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ കൂടി സാധ്യതകളും സാഹചര്യങ്ങളും മൃഗങ്ങളെ മാറ്റുന്നതിനുള്ള സൗകര്യങ്ങളും എടുത്തുകൊണ്ടായിരിക്കും മാറ്റി തുടങ്ങുക. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും സുവോളജിക്കൽ പാർക്കിലേക്കുള്ള പ്രവേശനം. മറ്റു മൃഗശാലകളിലെ പോലെ തന്നെ തിങ്കളാഴ്ചകളിൽ സുവോളജിക്കൽ പാർക്കിനും അവധിയായിരിക്കും. ഹൈ പവർ കമ്മിറ്റി യോഗം ചേർന്ന് പ്രവേശന ടിക്കറ്റ് നിരക്കുകൾ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു. മുതിർന്നവർക്ക് 100 രൂപയും 5 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50 രൂപയും ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് പ്രവേശനം സൗജന്യവുമായിരിക്കും. ഹെഡ്മാസ്റ്ററുടെയോ പ്രിൻസിപ്പലിന്റെയോ അനുമതിയോടെ സ്കൂൾ യൂണിഫോമിൽ ഗ്രൂപ്പായി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇളവുകളോടെയുള്ള പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ട്. കിൻഡർഗാർട്ടൻ, LKG, UKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് 30 രൂപ നിരക്കിലും 20 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അല്ലെങ്കിൽ ജീവനക്കാരൻ എന്ന നിലയിൽ ഒരാൾക്ക് 30 രൂപ നിരക്കിലും പ്രവേശനം അനുവദിക്കും. മന്ത്രിയോടൊപ്പം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അന്നമനട ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷം തുടരുകയാണ്. 8ാം ദിവസം ലക്ഷദീപം, 9ാം ദിവസം വലിയ വിളക്ക്. ആഘോഷത്തിന്റെ ഭാഗമായി ശീവേലി, ആനയൂട്ട്, കാഴ്ച ശീവേലി, കുടമാറ്റം, വിളക്കെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പള്ളിവേട്ട എന്നിവ നടന്നു. ഉത്സവം നാളെ സമാപിക്കും. കുണ്ടൂർ ആലമറ്റം പയ്യപ്പിള്ളി പാക്കനാർ കുടുംബക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണവും പുനഃപ്രതിഷ്ഠാ മഹോത്സവവും നടന്നു. വൈകിട്ട് താലം വരവ്, ദീപാരാധന, പാക്കനാർ വാദ്യം, കളം എന്നിവ നടക്കും. ദേവിയാളെ ദേവിയാളെ പൊന്നാരം ദേവിയാളെ
മാള KSRTC ടൂർ പാക്കേജിൽ സേവന വീഴ്ച വന്നതായി യാത്രക്കാരുടെ പരാതി. മാള KSRTC ഡിപ്പോയിൽ നിന്ന് ജനുവരി 17 സംഘടിപ്പിച്ച മറയൂർ കാന്തല്ലൂർ ടൂർ പാക്കേജിൽ വാഗ്ദാനം ചെയ്ത സേവനങ്ങൾ വിനോദയാത്രയിലുണ്ടായ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് യാത്രക്കാരുടെ പ്രതിനിധിയായി പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്താണ് KSRTC MD ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ മാള ATO എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. 29 പേർ അടങ്ങുന്ന സംഘത്തിലെ ഓരോ യാത്രക്കാരിൽ നിന്നും ഉച്ചഭക്ഷണവും ജീപ്പ് സഫാരിയും ഉൾപ്പെടുത്തി 1430 വീതം ഈടാക്കിയ ടൂർ പാക്കേജിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയിരുന്ന ജീപ്പ് സഫാരി മറയൂർ ശർക്കര ഫാക്ടറി സന്ദർശനം നടത്തിയിട്ടില്ലെന്നും പരസ്യപ്പെടുത്തിയതുപോലെ കാന്തല്ലൂർ സന്ദർശനം നടത്താതെ മറയൂർ വരെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നതായി യാത്രക്കാർ ആരോപിക്കുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. 14.49 കോടി രൂപ വരവും 13.21 കോടി രൂപ ചിലവും 1.2 കോടി മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ അവതരിപ്പിച്ചു. ആയതിനാൽ കാർഷിക മേഖലയിൽ നെൽകൃഷി വികസനം, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലയിൽ ആവശ്യമായ ഫണ്ട് വകയിരുത്തിയും സ്വയം തൊഴിൽ, പ്രാദേശിക സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിച്ചും സേവന മേഖലയിൽ ഭവന നിർമ്മാണത്തിനായി PMAY ലൈഫ് പദ്ധതി മതിയായ ഗുണങ്ങൾക്ക് തുക വരുത്തുകയും സ്ത്രീ സൗഹൃദ പ്രൊജക്ടുകൾ ഏറ്റെടുത്ത് ശുചിത്വ മേഖലയിൽ പുതിയ മൊബൈൽ SFT പോലെയുള്ള സംവിധാനങ്ങൾക്ക് തുക വരുത്തുകയും റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്, ആരോഗ്യം, കല, സാംസ്കാരിക ഭിന്നശേഷി തുടങ്ങിയ സർവ്വമേഖലയെ സ്പർശിക്കുന്ന മികച്ച ഒരു ബജറ്റ് തയ്യാറാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ പ്രധാനമായി വകയിരുത്തിയിട്ടുള്ള വകയിരുത്തലുകൾ: നെൽകൃഷി വികസനം 50 ലക്ഷം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം 55 ലക്ഷം, പ്രാദേശിക സാമ്പത്തിക സ്വയം തൊഴിൽ സംരംഭങ്ങൾ 10 ലക്ഷം, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ 29 ലക്ഷം, ഭവന മേഖല 4 കോടി, പട്ടികജാതി പഠനമുറി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് 60 ലക്ഷം, ഭവന നിർമ്മാണം 4 കോടി, ആരോഗ്യ മേഖല ഹെൽത്ത് സെന്റർ 1 കോടി, നെൽകൃഷി 50 ലക്ഷം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം 55 ലക്ഷം, ജലസംരക്ഷണം 29 ലക്ഷം, പട്ടികജാതി പഠനമുറി, വിദ്യാഭ്യാസ പ്രവർത്തനം 60 ലക്ഷം, വനിതാക്ഷേമം 45 ലക്ഷം, റോഡുകൾ 80 ലക്ഷം എന്നിങ്ങനെയാണ് ബജറ്റിൽ ഊന്നൽ കൊടുത്തിരിക്കുന്ന പ്രധാന മേഖലകൾ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ അവതരിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു മുഖ്യാതിഥിയായി. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സക്കറിയ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസാമോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ ബോധവൽക്കരണ വാഹന പര്യടനം എടതിരുത്തി പഞ്ചായത്തിൽ എത്തിച്ചേർന്നു. ചന്ദ്രാപിന്നി സെന്ററിൽ നടന്ന ചടങ്ങിൽ എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK അജിതകുമാരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൌമി പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷ B മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങൾ, പെരിഞ്ഞനം CHC ഹെൽത്ത് സൂപ്പർവൈസർ ദേവദാസ്, ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ CS അനീഷ്, PHN ഷഹാന യൂസഫ്, മറ്റു ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭ മേത്തല കുടുംബാരോഗ്യ കേന്ദ്രം ബഡ്ജറ്റ് വിഹിതം 2025-26 1 കോടി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. മേത്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ശിലാസ്ഥാപന കർമ്മം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി എന്നിവർ മുഖ്യാതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ PWD AE ശകുന്തള പദ്ധതി അവതരണം നടത്തി. മേത്തല ഗവൺമെന്റ് UP സ്കൂളിനായി സർക്കാർ ബജറ്റ് വിഹിതമായി അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. MLA VR സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു.
വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ഹാഷിഖ്, KK രാധാകൃഷ്ണൻ, റസോജ ഹരിദാസ്, KM രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ വിജയലക്ഷ്മി, TS സജീവൻ, കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മൊയ്തീൻകുട്ടി, KM സുമോദ്, സ്കൂൾ പ്രധാന അധ്യാപിക അജിത പാടാരിൽ, PTA പ്രസിഡന്റ് NI സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്നമനട ക്ഷേത്രോത്സവത്തിനിടെ യുവാവിനെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്തെറിഞ്ഞ് ആന. മാമ്പ്ര എരയാങ്കുടി സ്വദേശി തുറനല്ലൂർ മനയിൽ വിവേകിന് ഗുരുതര പരിക്ക്. മാള പഞ്ചായത്തിൽ ജലക്ഷാമവും ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമാകുന്നു. നിർജീവമായ സ്കീം ലെവൽ കമ്മിറ്റികൾ പിരിച്ചുവിടാനും ജലനിധിയുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാനും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനം. പാർട്ടി നിർദ്ദേശിച്ചാൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പത്മജ വേണുഗോപാൽ. തൃശൂർ അമർ ജവാൻ ജ്യോതിക്ക് സമീപത്ത് നിന്ന് ചുവരെഴുതി പത്മജ വേണുഗോപാൽ പ്രചാരണം തുടങ്ങി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.